നമസ്കാരം. 2 വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹിതരായത്. കൃഷ്ണകുമാറിന്റെ 4 മക്കളെ സിനിമയിൽ അരങ്ങേറാത്തത് ദിയ കൃഷ്ണ മാത്രമാണ്. അതേസമയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മാത്രമല്ല ദിയ, ഒരു സംരംഭക കൂടിയാണ്. OBY എന്ന പേരിൽ ദിയ ആരംഭിച്ച ഫാൻസി ജ്വല്ലറികളുടെ സംരംഭം വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. വിവാഹശേഷം ഭർത്താവ് അശ്വിനൊപ്പം സ്വന്തം വീടിനോട് ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിലാണ് ദിയയുടെ താമസം. യൂട്യൂബ് ബ്ലോഗുമായും സജീവമായ ദിയ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല എങ്കിലും കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ്. താരപുത്രിയുടെ വിശേഷങ്ങൾ ആരാധകർ വിടാതെ പിന്തുടരുന്നുണ്ട്. മറ്റു സഹോദരിമാരെ പോലെ അഭിനയത്തോടും മോഡലിംഗിനോടും ഒന്നും ദിയയ്ക്ക് താല്പര്യമില്ല. ബിസിനസ് വ്ളോഗിംഗുമാണ് ദിയയ്ക്ക് മെയിൻ. യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം ദിയ നിരന്തരം പങ്കുവയ്ക്കുന്നുണ്ട്. വിവാഹം കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാ പിന്തുണയും നൽകി അശ്വിനും കൂടെയുണ്ട്. വിവാഹശേഷം കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ദിയയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരും പുതിയ വീട്ടിലേക്ക് മാറിയിരുന്നു. തനിക്കും അശ്വിനും തങ്ങളുടേതായ ജീവിതമാണ് വേണ്ടതെന്നും 2 വീട്ടുകാരുടെയും ഇടപെടൽ ആഗ്രഹിക്കുന്നില്ലെന്നും ദിയ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദിയയുടെ ഫോളോവേഴ്സ് ഉന്നയിക്കുന്ന വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം കുക്കിംഗ് കാര്യമായി ഇവിടെ തുടങ്ങിയിട്ടില്ല. മിക്കപ്പോഴും പുറത്തുനിന്നോ അല്ലെങ്കിൽ ദിയയുടെയോ അശ്വിന്റെയോ വീടുകളിൽ നിന്നാണ് ഭക്ഷണമെന്നാണ് ഇവരുടെ ഫോളോവേഴ്സ് പറയുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം, ദിവസത്തിലൊരിക്കൽ വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കൂ. എന്നായാലും നിങ്ങളത് ചെയ്യണം. പാചകം കുടുംബ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ വീട് മാറി താമസിച്ചു. ഇനി നിങ്ങൾക്ക് എപ്പോഴും വീട്ടുകാരെ ആശ്രയിക്കാൻ പറ്റില്ല എന്നാണ് ഒരാളുടെ കമന്റ്. അശ്വിൻ കഴിക്കുന്നത് കണ്ടാൽ അറിയാം വീട്ടിൽ നിന്ന് കാര്യമായി ഭക്ഷണമില്ലെന്ന് എന്നാണ് മറ്റു ചിലരുടെ കമന്റ്. എന്തെങ്കിലുമൊക്കെ ആഹാരം 2 പേർക്കും പാചകം ചെയ്യാൻ അറിയാമെങ്കിൽ പാകം ചെയ്ത് കഴിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ ഒരുപാട് ഡിവോഴ്സ് കേസുകൾ വർദ്ധിക്കുന്നതിന് കാരണം ഈ എടുത്തുചാട്ടമാണെന്നാണ് പറയുന്നത്. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തത് ക്രെഡിറ്റായി കൊണ്ട് നടക്കുന്നു. അതേസമയം നേരത്തെയും ഇത്തരത്തിലുള്ള വിമർശനം ദിയയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ആപ്പിൾ കഴിച്ചാണ് ഞാനും അശ്വിനും ജീവിച്ചത്. അശ്വിന്റെ വീട്ടിൽ നിന്നും വാഴയ്ക്കൊപ്പം കഴിക്കാൻ പോകുകയാണെന്നും ദിയ മുമ്പ് പങ്കിട്ട വീഡിയോയിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്. ദിയ വീട്ടിൽ പാചകം ചെയ്യാറില്ലേ എന്നാണ് ചിലർ അന്ന് ചോദിച്ചത്. പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭാവി ജീവിതത്തെക്കുറിച്ച് ദിയ പറഞ്ഞ വാക്കുകളും ഇതിനിടെ ചർച്ചയാവുകയാണ്. തന്റെ വീട്ടുകാരുടെയോ അശ്വിന്റെ വീട്ടുകാരുടെയോ ഇടപെടലല്ലാതെ താനും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന സിമ്പിൾ ജീവിതമാണ് താൻ ആഗ്രഹിച്ചതെന്നാണ് ഒരിക്കൽ ദിയ പറഞ്ഞിരുന്നത്. എനിക്ക് വേണ്ടത് എന്റെ ഭർത്താവും കുട്ടികളുമാണ്. എന്റെ അടുത്ത് വേറെ ആരും ഒരു സംസാരത്തിനും വരണ്ട. ഞങ്ങളുടെ ലോകം, എന്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ആരും എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ ഇടപെടരുത്. അശ്വിന്റെ കുടുംബത്തിൽ നിന്നും ആരും ഇടപെടരുത്. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തീരുമാനിക്കുമെന്നും ദിയ കൃഷ്ണ പറഞ്ഞിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ദിയയുടെ ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ. ഉപ്പുമുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടിയ സംഗീത അനിൽകുമാറാണ് ദിയയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നത്. ദിയയുടെ അരികിൽ നിന്നും വാങ്ങിയ ആഭരണം കേടുപാട് പറ്റിയതെന്നായിരുന്നു. ഓപ്പണിംഗ് വീഡിയോ ഇല്ലെന്ന് പറഞ്ഞ് ആഭരണം മാറ്റി തന്നില്ലെന്നുമായിരുന്നു ആരോപണം.